പ്രിയമുള്ള സുഹൃത്തുക്കളെ, നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി അദ്ദേഹം ഇപ്പോൾ എയറിൽ ആയിരിക്കുകയാണ്. മൊത്തത്തിൽ ഇസ്ലാമിക അപ്പോളജിസ്റ്റുകളൊക്കെ പല കോണുകളിൽ നിന്ന് തമ്മിൽ കടുത്ത മത്സരത്തിലാണ്. ഈ മത്സരത്തിൻ്റെ കാര്യം എൻ്റെ കണക്കുകൂട്ടൽ അനുസരിച്ച് മതത്തോടുള്ള കൂറൊന്നും ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. പകരം ആരാണ് ഷൈൻ ചെയ്യേണ്ടത്, ആർക്കാണ് കൂടുതൽ പച്ചരി വാങ്ങേണ്ടത് എന്നുള്ള തർക്കത്തിലാണ് ഇതൊക്കെ ഉടലെടുക്കുന്നതെങ്കിലും നമ്മൾപോലുള്ള കാണികൾക്ക് വളരെ രസാവഹമായ കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ പൊന്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം കേരള കോൺഗ്രസ് നമ്മൾ പറയുന്നത് വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന, അതൊക്കെ സ്വാഭാവികമായും മനുഷ്യൻ്റെ ദൗർബല്യമോ അല്ലെങ്കിൽ സ്വഭാവമോ ഒക്കെ നമുക്ക് പരിഗണിക്കാം. ഇത് പ്രപഞ്ച സൃഷ്ടായാവായ അള്ളാഹു മനുഷ്യർക്ക് ഇറക്കിക്കൊടുത്ത ഒരു സംഗതിയെ ഈ കുരങ്ങ് കീറുന്നത് പോലെ കീറിക്കൊണ്ടുപോകുന്നതിലാണ് നമുക്ക് അതിശയം തോന്നുന്നത്. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ റഹ്മത്തുള്ള ഖാസിമി, എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം ഒരു ചെറിയ മതവട്ടനാണ്. കാര്യം അദ്ദേഹം സ്വയം മറന്നുകൊണ്ടാണ് പല കാര്യങ്ങളും. അത് ആ ആശയത്തോടുള്ള പ്രതിബദ്ധത ആയിരിക്കാം, അത് തള്ളിക്കളയുന്നില്ല. പക്ഷേ പറയുന്നതൊക്കെ വിഡിത്തമാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ കാര്യം ജ്യൂസ് നമ്മുടെ ഇസ്രായേലിലെ ജ്യൂസുകളും നമ്മൾ കുടിക്കുന്ന ജ്യൂസുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞ കാര്യം നമ്മൾ ഓർമ്മിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഭാവുകങ്ങൾ നേർന്നുകൊണ്ട് ഇപ്പോൾ വേട്ടയാടപ്പെടുന്ന ഖാസിമിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഇദ്ദേഹം വളരെ വിവാദമായ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിട്ടുണ്ട്. ഇദ്ദേഹം ഇങ്ങനെ മതത്തിൻ്റെ താരീഖുകൾ, അതായത് വിഭിന്ന വിഭാഗങ്ങൾ കൂടി വ്യാപരിച്ച് എതിരാളികൾ പറയുന്നത് ഇദ്ദേഹം സൂഫിയിൽ ചെന്നുപെട്ടു എന്നാണ്. എന്തായാലും ഇതൊക്കെ നാറ്റം അമിക്കുന്ന കുളങ്ങളാണ്. അതിലപ്പുറം നമുക്കതിനകത്ത് വിശേഷങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും ഇദ്ദേഹം ഇപ്പം ചെന്നുപെട്ടിരിക്കുന്ന ഭാഗത്ത് നിന്ന് ഇദ്ദേഹത്തിന് കിട്ടിയ അറിവ്, ഈ അറിവെന്നൊക്കെ പറഞ്ഞാലേ പല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മതപണ്ഡിതൻ എന്ന് പറയുന്ന വിഡ്ഢികൾ എന്നേ ഞാൻ പറയുള്ളൂ, മെനഞ്ഞെടുത്ത ഉണ്ടാക്കിയെടുത്ത ഇല്ലാക്കഥകളും പൊല്ലാക്കഥകളും ഒക്കെയാണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം. ഓരോരുത്തരും അവരുടെ ഭാവനയ്ക്കനുസരിച്ച് ചമച്ചെടുക്കുന്ന ചമൽക്കാരങ്ങൾ എന്തോ വലിയ കാര്യമെന്ന്. അതിപ്പം ഹിന്ദു മിത്തോളജിയിലും അങ്ങനെ തന്നെയാണ്, ക്രൈസ്തവ ദർശനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഈ പഴമക്കാർക്ക് എന്തറിയാം, കക്കൂസില്ലാത്തവന്മാരാണല്ലോ. ടെക്നോളജിയുടെ വികാസവും മനുഷ്യന്റെ അറിവും ഒരു പരിമിതിക്കുള്ളിൽ നിന്ന കാലഘട്ടത്തിൽ ചിന്തിക്കാനുള്ള മനുഷ്യന്റെ ശേഷിക്കും വളരെ പരിമിതിയുണ്ട്. ആ പരിമിതിക്കകത്ത് നിന്ന് പറഞ്ഞ ആളുകളൊക്കെ എന്തോ വലിയ കാര്യം എന്ന് കരുതിക്കൊണ്ട് ഈ നൂറ്റാണ്ടിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്ന ഇവരൊക്കെ കേവലം വിഡ്ഢികൾ മാത്രമല്ല, പരിഹാസ്യ കഥാപാത്രങ്ങളായി തീരുന്നു എന്ന ഒരു കാര്യം കൂടി. അപ്പം സിംസാറുൽ ഹക്ക് ഇപ്പം പറഞ്ഞത്, നിങ്ങൾ മക്കത്തോ മദീനോ പോയിട്ട് കാര്യമില്ല. ഇത് പറഞ്ഞത് ഇപ്പം ഹജ്ജ് വേളയിലാണ്, ഹജ്ജ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ തേൻകൂട്ടിൽ കല്ലെറിഞ്ഞതുപോലെ സർവമത വിഭാഗങ്ങളും ഇദ്ദേഹത്തിനെതിരെ തിരിഞ്ഞു. പറയുന്നത് വല്ലാത്ത കാര്യമാണ്. ഇസ്ലാമിൻ്റെ 5ാമത്തെ നെടുംതൂണായ ഹജ്ജിനെ കുറിച്ചാണ് ഇദ്ദേഹം പറയുന്നത്. യുക്തിവാദികളോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ മിഷനറിമാരോ അപ്പോളജിസ്റ്റുകളോ പറയുന്നത് പോലെ ഒന്നുമല്ല. സാക്ഷാൽ ഖാസിമി ഇത് പറയുമ്പോൾ അവർക്ക് സഹിക്കുന്നില്ല. അപ്പൊ ഖാസിമി അങ്ങേയറ്റം രൂക്ഷമായ രീതിയിൽ വിമർശിച്ചുകൊണ്ട് തന്നെയാണ് പലരും രംഗത്ത് വന്നിട്ടുള്ളത്. ഇതില് സിംസാറുൽ ഹക്ക് ഹുദവി മസീഹ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെ കുറിച്ച് ഒക്കെ ഇപ്പോ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, മസീഹ് ദജ്ജാലിനെ കുറിച്ച്, ഇമാം മഹദിയെ കുറിച്ച് ഒക്കെ ഇപ്പോ നമ്മൾ അറിയുന്ന ഒരു ഉസ്താദിന്റെ പ്രഭാഷണം വന്നു. എന്തോ സംഭവിച്ചത്, എന്ത് കാരണം കൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒന്നുകിൽ എന്തെങ്കിലും ഓർമ്മക്കുറവോ അല്ലെങ്കിൽ ബുദ്ധിക്ക് തകരാറോ എന്തെങ്കിലും ഒരു പരീക്ഷണമോ അയാൾക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നതിൽ ഒരു സംശയമില്ല. ഇദ്ദേഹത്തിന് മറ്റൊരു തരത്തിലാണ്. അത് ഈ ഗ്രന്ഥവട്ടാണ്, പുസ്തകവട്ടാണ്, കിതാബ് വട്ടാണ്.
അദ്ദേഹം കിതാബ് പറയുന്ന അപ്പുറം ഒന്നുമില്ല. അദ്ദേഹത്തിന്റെ കിതാബൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കിതാബുകൾ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുന്നത് സിംസാറുൽ ഹക്ക് ഹുദവിക്ക് ഭ്രാന്തെന്ന മാനസിക പ്രശ്നമുണ്ടോ എന്ന് ഇദ്ദേഹം സംശയിക്കുന്നതായിട്ട്. അപ്പൊ ഞാൻ ഭ്രാന്തെന്ന് വിളിച്ചതുകൊണ്ട് നിങ്ങൾ തെറ്റ് കാണരുത് കേട്ടോ. ഇവർക്ക് അവരെ തമ്മിൽ തമ്മിൽ വിളിക്കാമെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് വിളിച്ചുകൂടാ? സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം സിംസാറുൽ ഹക്ക് ഹുദവി പറഞ്ഞത് നമ്മുടെ റഹ്മത്തുള്ള കാസിബിക്ക് വട്ടാണ്. അതുകൊണ്ടാണ് അയാൾ മെക്കത്തും മദീനത്തും പോയിട്ട് ഒരു കാര്യവുമില്ല എന്ന് പറഞ്ഞു. ഹാരിസ് മദനി പറയുന്നതോ ചില പരാമർശങ്ങൾ അതൊരു മുസ്ലിമിൽ നിന്നുണ്ടാകാൻ പാടില്ലാത്തതാണ്. അദ്ദേഹം മക്കയെ കുറിച്ച് നടത്തിയ പരാമർശം എന്തായിരുന്നു? അത് ഇങ്ങനെയുള്ള പരാമർശങ്ങളെയാണ് നമ്മൾ വിമർശിക്കുന്നത്. അതെന്തുകൊണ്ട് ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ അനുയായികളും മനസ്സിലാക്കുന്നില്ല? ഇദ്ദേഹത്തെ വല്ലാതെ ന്യായീകരിച്ച് സൂഫിയുടെ കാവ്യാത്മക പ്രകടനമാണ്, ഒരു സൂഫിയുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇനിയും കാലമെടുക്കും എന്നൊക്കെ ന്യായീകരിക്കുന്നതിന് എന്തർത്ഥമാണുള്ളത്? തെറ്റുപറ്റാൻ മനുഷ്യന് അത് തിരുത്തണം. ആ പറഞ്ഞ പ്രയോഗം മക്കത്ത് പോയാൽ വല്ല നേട്ടവും കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ, ആരെങ്കിലും എന്ന് പറഞ്ഞാൽ എല്ലാവരും അതിൽ പെട്ടു. അദ്ദേഹം പറയുന്നത് ബഹുരസമാണ്. അദ്ദേഹം പറയുന്നത് നബി അരുൾപ്പാട് ചെയ്ത മക്കത്തു പോയി ഒരു ബോർഡ് പോരിശ കിട്ടി സ്വർഗത്തിൽ ഉടൽ ഓടു പോകാനുള്ള സംവിധാനത്തെ ഈ പഹയൻ ഇങ്ങനെ കളിയാക്കുന്നത് ശരിയോ എന്ന വിലാപകാവ്യമാണ് നമ്മുടെ ഹാരിസ് മദനി വിലപിച്ചു കരയുന്നത്. ഇനി റഫീഖ് സലഫി റഹ്മത്തുള്ളാഹി ഖാസിമി വിവാദ പുരുഷൻ, ആരോടൊക്കെയോ ഉള്ള വെറുപ്പ് മൂത്ത് അദ്ദേഹം ഇസ്ലാമിനെതിരിലും ഇസ്ലാമിന്റെ പ്രവാചകന്മാർക്കെതിരിലും ഇസ്ലാമിന്റെ പവിത്രമായ മുസ്ലിങ്ങൾ ആദരിക്കുന്ന ഇസ്ലാമിന്റെ പവിത്ര ചിഹ്നങ്ങളെയുമൊക്കെ അനാദരിക്കുന്ന അവഹേളിക്കുന്ന പ്രയോഗങ്ങൾ ഈ മനുഷ്യനിൽ നിന്ന് നിരന്തരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് നിങ്ങൾക്കറിയാം, ധാരാളം വിഷയങ്ങളിൽ ഇസ്ലാമിക വിരുദ്ധ പ്രയോഗങ്ങൾ, വിഡ്ഢിത്തരങ്ങൾ, അതേപോലെ തന്നെ യാതൊരു നിലക്കുള്ള തെളിവിന്റെ പിൻബലവുമില്ലാത്ത കാര്യങ്ങൾ അദ്ദേഹം പറയുകയുണ്ടായി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ഇസ്ലാമിനെ ഇയാൾ ഒരിക്കൽ നിന്ദിക്കുകയുണ്ടായി. അതുപോലെ പരിശുദ്ധമായ കഅബയെ മുസ്ലിങ്ങളുടെ കേന്ദ്രം അത് വെറും കല്ല് മണ്ണുമാണ് എന്ന് യാതൊരു മാനസിക പ്രയാസവും ഇല്ലാതെ ഈ റഹ്മത്തുള്ളാഹി ഖാസിമി തട്ടിവിട്ടത് നമ്മളൊക്കെ കേട്ടതാണ്. അപ്പോഴൊക്കെ നമ്മളത് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവസാനം വീണ്ടും വിവാദം ഉണ്ടായിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ശരിക്കും ഇസ്ലാമിക വിരുദ്ധമായ ശത്രുക്കളെ സന്തോഷിപ്പിക്കുന്ന കുഫ്രൻ ആശയങ്ങൾ വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. പരിശുദ്ധമായ ഇസ്ലാമിന്റെ രണ്ട് കേന്ദ്രങ്ങളെയും അവഹേളിക്കുന്ന നിലക്കുള്ള പ്രയോഗമാണ് ഇയാളിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്താണ് ഇയാൾ പറഞ്ഞത്? മക്കയിലും മദീനയിലും ഒക്കെ പോയി അവിടെ നിന്ന് നേട്ടം കിട്ടണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരെക്കാൾ വലിയ വിഡ്ഢി മറ്റാരുമില്ലാണ്. ഭൂമിയിൽ ഏറ്റവും വലിയ വിഡ്ഢികളാണ് അവർ എന്നാണ് മുസ്ലിമിന് പറയാൻ കഴിയുമോ? ഈ വാചകങ്ങൾ മക്കയിലും മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പലരും എനിക്കാൻ ഒരു ആഗ്രഹമില്ല. മദീന മൂത്തേരത്തേക്ക് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്തൊക്കെയാണ് ഇയാൾ പറയുന്നത്? അതേപോലെ തന്നെ ഇമാം മഹ്ദി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അവര് അറബികളായിരിക്കും. രൂക്ഷമായ ഭാഷയിൽ ചെറുപ്പക്കാരനായ റഫീഖ് സലഫി യുക്തിവാദികളൊക്കെ പൊളിച്ചൊടുക്കിക്കൊണ്ട് രംഗത്ത് നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ ആ ഗ്രന്ഥങ്ങൾ അഭിരമിക്കുന്ന ആൾ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞത് ഇസ്ലാമിനെ ഇയാൾ അവഹേളിക്കുകയാണ്. ആണോ? നമുക്കതൊന്ന് പരിശോധിക്കണം. അപ്പം ഇവര് പറഞ്ഞതും ഇവർ വിമർശിക്കുന്നതും, പിന്നെ ഞാനിവിടെ ആധികാരികമായി എടുത്തിട്ടുള്ള വിസ്ഡം ഗ്രൂപ്പുകാരൻ 3 പേർ ചേർന്നിരുന്ന് കാസിമിയെ പൊളിച്ചടുക്കിക്കൊണ്ട് ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി രംഗത്ത് വന്ന വീഡിയോയെ ബേസ് ചെയ്തുകൊണ്ടാണ്. ഇതിനോടൊപ്പം തന്നെ മസാലകളാണ് ഈ സിംസാറുൽ ഹക്കും ഹാരിസ് മദനിയും റഫീഖ് സലഫി ഒക്കെ ആണെങ്കിലും നമുക്ക് അവരുടെ പ്രഭാഷണങ്ങളിലേക്ക് ഒന്ന് വിലയിരുത്തിക്കൊണ്ട് നമ്മുടെ അഭിപ്രായം കൂടി നോക്കാം. അപ്പം മുത്തേടത്തിൻ്റെ പ്രധാനമായ ആക്ഷേപം, വർത്തമാനം, മക്കത്ത് പോയാൽ ഒരു നേട്ടവും ഉണ്ടാവില്ല. അങ്ങനെ മക്കത്ത് പോകുന്നവർ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢി എന്നാണ് അദ്ദേഹം പറയുന്നത്. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിൽ, അതായത് ഇസ്ലാമിൻ്റെ നെടുംതൂണായ ഈമാൻ കാര്യങ്ങളിൽ 5ാമത്തെ കാര്യമായ ഹജ്ജ് നിർവഹിക്കാനായിട്ട് പോകുന്ന മുസ്ലിങ്ങൾ വിഡ്ഢികൾ എന്ന് ഒന്നടങ്കം ആക്ഷേപിച്ച് ഇദ്ദേഹം പറഞ്ഞു. ഇദ്ദേഹം എവിടെ നിന്ന് പഠിച്ചിട്ട് പറഞ്ഞാലായാലും ശരി, ആ പറഞ്ഞത് കാര്യമാണ്. ഇപ്പം വട്ടന്മാർ പലതും പുലമ്പുകയാണെങ്കിലും ചിലത് നന്നായിട്ട് പുലമ്പും. ആ പുലമ്പിന്റെ ഭാഗമായിട്ടാണ് ഈ പുലമ്പലിനെയും നമ്മൾ കാണുന്നത്. അപ്പം ഈ കഅബയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ കഅബയാണല്ലോ ഇവർ സന്ദർശിക്കാൻ നമ്മുടെ കിബിലയും കൂടിയാണ്. മുസ്ലിങ്ങൾ നിസ്കരിക്കേണ്ടത് ആ കിബിലയെ നോക്കിക്കൊണ്ടാണ്. അതൊരു എന്താ പറയുക, വിഗ്രഹാരാധന പോലെയാണ്. അതൊക്കെ പോട്ടെ. അപ്പം ഈ കിബില ഒക്കെ ഈ കഅബയൊക്കെ നിർമ്മിച്ചത് ഇബ്രാഹിം നബിയാണ്. ഇത് വെറും ഒരു കള്ളക്കഥയാണ്. കാരണം
5000 6000 വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മിക്കപ്പെട്ട ഒരു നിർമ്മാണത്തിന്റെ അന്നത്തെ ഘടന എന്തായിരിക്കും? അത് അയാൾ തന്നെ നിർമ്മിച്ചതാണെന്നുള്ള ആർക്കിയോളജിക്കൽ എവിഡൻസ് എവിടെയെങ്കിലും ഉണ്ടോ? ഇതൊക്കെ കേട്ടുകേൾവിയും ഉമ്മൂമ്മക്കഥകളുമാണ്. രാത്രി കുട്ടിയെ ഉറക്കാൻ വേണ്ടി ഉമ്മമാര് പറയുന്ന കഥയുടെ ഒരു തുടർച്ച എന്നല്ലാതെ ഇതിൽ യാതൊരു കാര്യവുമില്ല എന്ന നിലയ്ക്ക് കാസിമി പറയുന്നത് ശരിയാണ്. ഭൂമിയിലെ ഒരു പ്രദേശം എന്നതൊഴിച്ചു കഴിഞ്ഞാൽ കഅബയ്ക്കോ മെക്കയ്ക്കോ മദീനയ്ക്കോ എന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് വിശ്വാസത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. ഒരു പ്രത്യേകതയുമില്ല. ഇപ്പൊ എൻ്റെ സ്ഥലം അമ്പലത്തറയാണ്. ഈ അമ്പലത്തറ തന്നെയാണ് മെക്ക. അതാണ് മുത്തേടം പറയുന്നത് മദീന മുത്തേടത്തേക്ക് വരട്ടെ എന്ന്. അതുപോലെ തന്നെയാണ് യാതൊരു പ്രത്യേകത ഇല്ലാതുള്ളത്. അപ്പം കഅബയിലേക്ക് പോകുന്നത് കൊണ്ടോ മദീനയിലേക്ക് പോകുന്നത് കൊണ്ടോ യാതൊരു ഗുണവുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അത് വെറും കല്ലും മണ്ണും മാത്രമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു? വിശുദ്ധ കഅബാലയത്തെ അത് കേവലം കല്ലും മണ്ണുമാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് സ്വഹാബിമാരൊക്കെ മദീനത്ത് പോയത് എന്നൊക്കെ മുമ്പ് അദ്ദേഹത്തിന്റെ സംസാരത്തിലുണ്ടായിരുന്നു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമയൊക്കെ പിന്നെ ഇസ്ലാം കൊടുത്ത പ്രാധാന്യം കൊടുക്കാതെ അദ്ദേഹം സംസാരിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട് നമ്മൾ. ഇപ്പം ഏറ്റവും അവസാനം അദ്ദേഹത്തിന്റെ ഒരു സംസാരത്തിൽ ഇതുപോലെ മക്കയെയും മദീനയും ഒക്കെ ഒരു പിന്നെ വില കുറച്ച് സംസാരിക്കുന്ന ഒരു സംസാരം നമ്മൾ കേൾക്കേണ്ട ഒരു ഭാഗം നമുക്കൊന്ന് കേൾക്കാം. മക്കത്ത് പോയിട്ട് വലിയ നേട്ടം കിട്ടുമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവൻ ഈ ഭൂമിയിലെ ഏറ്റവും വലിയ വിഡ്ഢിയാണ് എന്ന് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല. മനുഷ്യന് മക്കത്തോടോ അല്ലെങ്കിൽ മദീനത്തോടോ ഒന്നും പ്രതിബദ്ധതയില്ല. മനുഷ്യന്റെ പ്രതിബദ്ധത നേരിനോട് മാത്രമാണ്. ഇത് പറയാനാണ് മുഹമ്മദ് വന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനത്തോട് മദീനത്ത് പോയി മരിക്കണമെന്ന് ചില ആളുകളും ആഗ്രഹിക്കാറുണ്ട്. ഞാൻ അങ്ങനെ ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് മദീന മുത്തേടത്തേക്ക് വരണം എന്നാണ്. ഞാൻ മരിച്ചാൽ മദീന മുത്തേടത്ത് വരുമെന്നാണ് എന്റെ വിശ്വാസം. ശരിക്കും എന്തുകൊണ്ടാണ് ഇസ്ലാം ഏറെ പ്രാധാന്യം കൊടുത്തതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒക്കെ പിന്നെ അധ്യാപനങ്ങളിൽ മദീനയിലുള്ള മരണവും ഒക്കെ പ്രത്യേകം പരാമർശിച്ചു? ഞാൻ ഒരുപാട് ഹദീസുകൾ കേട്ട കഥകളിൽ നബി മദീനത്ത് പള്ളി നിർമ്മിക്കാനായിട്ട് പിന്നെ ഈന്തപ്പന ഓല, കുഴച്ച മണ്ണ്, ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം അന്നത്തെ കെട്ടിട നിർമ്മാണ സാങ്കേതിക ഉപകരണങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ അതായിരുന്നു. അതേ അദ്ദേഹത്തിന് അറിയാവൂ. അതുകൊണ്ട് അദ്ദേഹം അത് തന്നെ ഉപയോഗിച്ചു. അപ്പം അദ്ദേഹം നിസ്കരിക്കുമ്പോൾ മഴയുണ്ടെങ്കിൽ താഴെ മഴവെള്ളം വീണിട്ട് ചെളി അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ പുരളുമായിരുന്നു എന്നൊക്കെ ഹദീസിൽ ഞാൻ വളരെ മഹത്വവൽക്കരിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ കെട്ടിടത്തിൻ്റെ അവസ്ഥയൊന്ന് നിങ്ങൾ നോക്കണം. ഇന്നത്തെ അവസ്ഥയെ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. അത് വെറും മണ്ണും കല്ലുമാണ് ഇന്നും. പിന്നെ സിമെന്റും ആധുനിക ഉപകരണങ്ങളും അവിടെ ഉണ്ട് എന്നത് വെച്ചാൽ അതെല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ ദുബായിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏറ്റവും വലിയ കെട്ടിടം കാണുകയല്ലേ. ഇതുപോലെ ഒരു മനുഷ്യ നിർമ്മിതി എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ് പ്രത്യേകത? യാതൊരു പ്രത്യേകതയുമില്ല. ഈ കഅബാലയം എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം ഇടിച്ച് പൊളിച്ച് തീ കത്തിച്ച് ഒക്കെ നാശങ്ങൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ്. അതിൻ്റെ കഥ ഞാൻ പിന്നീട് വിശദമായി പറയുകയാണ്. അപ്പം അതുകൊണ്ട് മനുഷ്യന്റെ പ്രതിബദ്ധത മക്കത്തോടോ മദീനത്തോടോ അല്ല, നേരിനോട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ നേര് നമ്മുടെ നേരുമായി ഒത്തുപോകുന്നതല്ലെങ്കിലും അതിലെ പ്രധാനമായ വാക്ക് മനുഷ്യന്റെ പ്രതിബദ്ധത മക്കത്തോടോ മദീനത്തോടോ അല്ല. ഇത് പറഞ്ഞാൽ അതായത് മക്കയ്ക്കും മദീനയ്ക്കും യാതൊരു പ്രത്യേകതയുമില്ല. അത് മണ്ണും കല്ലുമാണ്. അതിൻ്റെ പ്രതിബദ്ധത, അതിനോടുള്ള പ്രതിബദ്ധത മനുഷ്യർക്ക് ആവശ്യമില്ല എന്ന് ഒരു ഉസ്താദ് പറഞ്ഞാൽ പോലും അതിൽ എന്താണ് തെറ്റ്? എന്തിനാണ് ഇവന്മാർ ഭയങ്കരമായിട്ട് വിരളി പൂണ്ടി അദ്ദേഹത്തെ പേപ്പട്ടിയെ തല്ലുന്നത് പോലെ തല്ലുന്നത്? പിന്നെ മദീനത്ത് പോയി മരിച്ചാൽ വളരെ ഗുണം കിട്ടുമെന്നാണ് ഇവരുടെയൊക്കെ വിശ്വാസം. ഇമാം മഹ്ദി എപ്പോൾ വരും, ഡേറ്റ് അടക്കം അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ മദീനയിൽ മരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതത്ര വലിയ കാര്യമൊന്നുമല്ല. മക്കയെ പോയിട്ടൊന്നും കിട്ടാനില്ല. മദീന ഇങ്ങോട്ട് വരുന്നതാണ്. മദീന ഇങ്ങോട്ട് വരും. അതാണ് ശരിയായ തീജാനിയത്ത്. മാത്രമല്ല ശരിക്കും മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹിക്കുക എന്നുള്ളത് ഈമാന്റെ ഭാഗമാണല്ലോ, അല്ലെ? അത് ഹദീസ് പഠിപ്പിക്കപ്പെട്ട വിഷയമാണല്ലേ. ഹദീസിൽ കാണാം. ഇപ്പൊ ഇമാം തുർമദി റഹിമഹുല്ലാഹ്, ഇബ്നു മാജ, അതുപോലെ തന്നെ ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ച ഹദീസിൽ തന്നെ വന്നിട്ടുണ്ട്, മൻ ഇസ്തതഅ അൻ യമൂത ബിൽ മദീന ഫൽയമുത് ബിഹാ ഫഇന്നി ഉശഫിഉ ലിമൻ യമൂതു ഫീഹാ. അഥവാ നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും മദീനത്ത് വെച്ച് മരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾ എന്താക്കണം? മദീനത്ത് നിന്ന് മരിക്കണം. തീർച്ചയായും ഞാൻ അവന് വേണ്ടി ഷഫാഅത്ത് ചെയ്യുന്നതാണ്.
ഈ ഹദീസിനെ വിശദീകരിക്കുന്നിടത്ത് മുല്ലാലിൽ ഖാരി റഹിമഹുള്ളയെ പോലെയുള്ള ആളുകളൊക്കെ പറയുന്നത് കാണാം. ഈ മനിസ്തത്താ അയ്യമൂത്തബിൽ മദീന എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇപ്പോൾ അത്? അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം വയസ്സും പ്രായമൊക്കെ ആയിട്ടുണ്ട്, അയാൾക്ക് തോന്നുന്നു ഇനി വല്ലാതെ ഒന്നും എന്തില്ല, ആയുസൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ തോന്നുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അയാൾ എന്താക്കരുത്, മദീനത്തിൽ നിന്ന് വേറെക്കും പോകരുത്, അവിടെ തന്നെ ഒതുങ്ങിക്കൂടി ജീവിക്കാനുള്ള ശ്രമങ്ങളാണ് വേണ്ടത്. മാത്രമല്ല അദ്ദേഹം അതിനെ വിശദീകരിക്കുന്ന സ്ഥലത്ത് അവസാനം വിശദീകരണത്തിൽ കൊണ്ടുവരുന്നത് കാണാൻ കഴിയും. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രാർത്ഥിക്കുന്നതായി കാണാം, അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദ ഫീ സബീലിക്, അള്ളാഹുവെ നിന്റെ മാർഗത്തിൽ നീ എനിക്ക് രക്തസാക്ഷിത്വം നൽകണമേ, വജഅൽ മൗതി ബി ബലദി റസൂലിക്, നിന്റെ റസൂലിന്റെ നാട്ടിൽ വെച്ച് റബ്ബന്റെ മരണത്തെ ആക്കണം. ആ രണ്ട് പ്രാർത്ഥനയും അള്ളാഹു എന്താക്കി സ്വീകരിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് എന്താകുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തു കിട്ടുന്നത്. അങ്ങനെ അദ്ദേഹം രക്തസാക്ഷിയാകുന്നു. അപ്പോൾ ഖുലഫാഉർ റാഷിദീങ്ങൾ അടക്കം ആഗ്രഹിച്ച കാര്യം മദീനത്തിൽ നിന്ന് നിൽക്കണം എന്നുള്ളത്. ഓരോ ചില ആളുകൾ പിന്നെ രണ്ടാം ഭാഗമാണ് കാരണം ഷിയായിസാണ് ഇദ്ദേഹത്തിന്റെ തലയിൽ മുഴുവനുള്ളത് പറയുന്നത്. എന്താണ് മരണം? നമ്മുടെ മസ്തിഷ്കത്തിലേക്കുള്ള ഓക്സിജൻ പ്രവാഹം നിന്ന് പോയാൽ അത് സ്റ്റോപ്പ്. അതിൽ കവിഞ്ഞൊരു വിശേഷവും നമ്മൾ മരണത്തിന് കൊടുക്കേണ്ടത്. ഇവന്മാര് പിന്നെ സങ്കല്പിച്ച് ഇല്ലാത്ത കഥകളും കൊല്ലാക്കഥകളൊക്കെ ഉണ്ടാക്കി സ്വർഗം നരകം കൂടി അങ്ങനെ 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 അങ്ങ് പോവും. അവർ വെച്ചോട്ടെ, അവർക്ക് സന്തോഷം കിട്ടുമ്പോൾ അതൊക്കെ വ്യർത്ഥമായ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത വെറും ഉമ്മാക്കി ഉമ്മൂമ്മ കഥകളെന്നേ നമുക്ക് പറയാനുള്ളൂ. അപ്പം അതുകൊണ്ട് മദീനത്ത് പോയി മരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് അദ്ദേഹം പറയുന്നു. ശരിയല്ലേ? ഒരാൾക്കും മരിക്കണമെങ്കിൽ ആശുപത്രിയാണ് മിക്കവാറും ശരണം. അതല്ല വളരെ വയസ്സായി പോയെങ്കിൽ ആശുപത്രിയിൽ കൊണ്ടുപോകേണ്ട കാര്യവുമില്ല, വീട്ടിലെ ബെഡിൽ കിടന്ന് സുഖമായി മരിക്കുക, സുഖമായി മരിക്കുക. അത് മക്കത്ത് പോയോ മദീനത്ത് പോയോ മരിക്കണമെന്ന് പറയുന്നത് വിഡ്ഢിച്ചിന്തയാണ്. അദ്ദേഹം നേരത്തെ മക്കത്ത് പോകുന്നവരെ വിഡ്ഢി എന്ന് വിളിക്കാമെങ്കിൽ മക്കത്ത് പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവൻ മദീനയിൽ പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ വിഡ്ഢിയെപ്പോലെ മറ്റൊരു പമ്പര വിഡ്ഢിയാണെന്നാണ് എനിക്കും പറയാനുള്ളത്. ഇനി ഈ മക്കത്ത് പോക്കുണ്ടല്ലോ, ഇന്ന് വിമാനത്തിലേക്ക് കയറി 43,000 ആളുകൾ പോയി, 4,30,000 ആളുകൾ വന്നു എന്നൊക്കെ പറയുന്നത് ഇത് എന്തിൻ്റെ നേട്ടമാണ്? ആരാണ് ഈ സൗകര്യം ഉണ്ടാക്കിയത്? നിങ്ങൾക്കറിയുമോ? ഒരു അടുത്ത കാലഘട്ടം വരെ ഇന്ത്യയിൽ നിന്ന് സൗദിയിലേക്കുള്ള യാത്ര വളരെ ദുഷ്കരമായിരുന്നു. വിമാനമാർഗമില്ല, കരമാർഗം പോകാൻ പറ്റില്ല, സാങ്കേതിക വിദ്യകളൊന്നും വികസിച്ചിട്ടില്ല, കടൽ മാർഗം മാത്രമാണ്. 6 മാസം 1 വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന യാത്രയെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. കുറഞ്ഞത് 6 മാസം ഇങ്ങനെ പതുക്കെ പതുക്കെ വലിച്ചു പോകുന്നു. പിന്നീട് ഇതിൻ്റെ സ്പീഡൊക്കെ കൂടി 2 മാസം കൊണ്ടും 1 മാസം കൊണ്ടൊക്കെ പോകത്തക്ക രീതിയിൽ പിന്നീട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ഈ കടൽ മാർഗം പോകുമ്പോഴത്തേക്ക് കടൽ ശല്യം, അന്നൊക്കെയാണെങ്കിൽ പണ്ടേ കാലങ്ങളിലൊക്കെ പോർച്ചുഗീസുകാർ ഇന്ത്യൻ ഓഷൻ അധീനപ്പെടുത്തിയിരുന്നു. അവരുടെ നിയന്ത്രണങ്ങൾ ഇതൊക്കെ കൊണ്ട് മെക്കയിലേക്ക് പോവുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ പോവുക എന്നുള്ള അസാധ്യമായ ഒരു കാര്യമായിരുന്നു. മനുഷ്യന്റെ ചിന്താശേഷിയുടെ ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ ഫലമായി ഇന്ന് പോകാൻ സാധിക്കുന്നുവെങ്കിൽ അത് ശാസ്ത്രത്തിന്റെ നേട്ടമാണ്, മനുഷ്യ ബുദ്ധിയുടെ നേട്ടമാണ്. അള്ളാഹു സങ്കല്പിച്ചതൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് പല രീതിയിലും മക്കത്ത് പോയാൽ ഗുണം കിട്ടുമെന്ന് പറയുന്നത് വിഡിതമെന്ന്, അവിടെ പോയി മരിച്ചാൽ പ്രത്യേക ഗുണമുണ്ട് എന്ന് പറയുന്നത് വിഡിതമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലെങ്കിൽ നമ്മൾ കാസിമിയെ ഇക്കാര്യത്തിൽ ഇങ്ങെടുക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇങ്ങെടുക്കുകയാണ്, ആവശ്യമുള്ളപ്പോൾ നമ്മൾ പിടിവിടും. അത് പോട്ടെ. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ത്വരീക്കത്ത്, ഈ ത്വരീക്കത്ത് എന്ന് വെച്ചാൽ പല ഉപശാഖകളുമുണ്ട്, ചിന്താ പദ്ധതികളൊക്കെ പല രീതിയിൽ പല വഴികളിൽ കൂടി അങ്ങനെ ഒഴുകി പോകുന്നതാണ്. ഇത് പടച്ചോനാണ് ഉണ്ടാക്കി വെച്ചത്. ഇത് അറിയിക്കാൻ വേണ്ടി ജിബ്രീലിനെ അയച്ചു. നബിക്ക് 40-ാമത്തെ വയസ്സിൽ എന്താ പറഞ്ഞ കൊടുത്തു, എന്തൊക്കെ കൊടുത്തിട്ടും മനുഷ്യർക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് യാതൊരു കുറവുമില്ല. പിന്നെ മദ്ഹബുകള്, പിന്നെ ഷിയ സുന്നി കോൺഫ്ലിക്റ്റുകള്, ത്വരീക്കത്തുകൾ, അങ്ങനെ നമ്മുടെ തലയ്ക്കകത്ത് കയറാനൊക്കാത്ത കേരള കോൺഗ്രസുകളുടെ ഒരു പൊടിപൂരമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സൂറത്തിൽ ഫാത്തിഹ എന്നൊരു സാധനം ഈ ത്വരീക്കത്തുകാർ പറയുന്നുണ്ട്. അത് നേതാവ് പറയുന്നത്, അയാൾ അതായത് മുസ്ലിം 1288 എങ്ങാണ്ടാണ് ജനിച്ച ആള്. അദ്ദേഹം പറയുന്നത്
അള്ളാഹു എനിക്ക് നേരിട്ട് ഇറക്കി തന്ന ഒരു സാധനമാണ് ഈ സൂറത്തുൽ ഫാത്തിഹ. ഓതുന്നതിനേക്കാളും ഖൈറാണെന്നാണ് എന്ന് റബ്ബ് എന്നോട് കൽപ്പിച്ചു എന്നാണ് സ്ഥാപകൻ അവകാശവാദം ഉന്നയിക്കുന്നത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിൽ ഹഖ് ബിൽ ഹഖ് അൽ ഹാദി ഇലാ സിറാത്തിൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ് ഖദ്രിഹി വമിഖ്ദാരിഹിൽ അളീം. ഇതാണ് സൂറത്തുൽ ഫാത്തിഹ. ഈ സൂറത്തുൽ ഫാത്തിഹ റബ്ബ് കൊടുത്ത അള്ളാഹിന്റെ കലാമാണെന്നാണ് ഇവരുടെ വാദം. അള്ളാഹുവിന്റെ കലാമാണിത്, അല്ല മറ്റു സ്വലാത്തിനെ പോലെ കേവലം സ്വലാത്തല്ല, ഇത് അള്ളാഹിന്റെ കലാമാണ്. അത് ഈ മനുഷ്യന്, ഇതിന്റെ സ്ഥാപകന് അള്ളാഹു തആല പ്രത്യേകമായി അറിയിച്ചു കൊടുത്തതാണ്. ഇതിന് സുമ്മ അമറനി ബിർ റുജൂഇ, എന്നോട് സൂറത്തുൽ ഫാത്തിഹയിലേക്ക് മടങ്ങാനാണ് പിന്നീട് കൽപ്പന ലഭിച്ചത്. മാത്രവുമല്ല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും എന്നോട് പറഞ്ഞു, ഇദ്ദേഹം പറയാം, ഈ സ്ഥാപകൻ പറയാം, അഹ്മദ് തിജാനി എന്ന് പറയുന്ന ആൾ, നബി തങ്ങൾ എന്നോട് പറഞ്ഞു, അന്നൽ മർറത്തൽ വാഹിദത മിൻഹാ തഅദു മിനൽ ഖുർആനി 6 മർറാത്ത്. ഈ സൂറത്തുൽ ഫാത്തിഹ ഒറ്റ തവണ ചൊല്ലുന്നത് ഖുർആൻ 6 തവണ ചൊല്ലുന്നതിനേക്കാളും ഖൈറായതാണ്. പിന്നീട് എന്നോട് പറഞ്ഞു, അന്നൽ മർറത്തൽ വാഹിദത മിൻഹാ തഅദു മിൻ കുല്ലി തസ്ബീഹിൻ വഖഅ ഫിൽ കൗൻ. ഈ പ്രപഞ്ചത്തിന് ഏതെല്ലാം തസ്ബീഹുകളുണ്ടോ ആ തസ്ബീഹുകളെക്കാൾ എല്ലാം ഖൈറാണ് സൂറത്തുൽ ഫാത്തിഹ. വമിൻ കുല്ലി, ആ തിജാനി ത്വരീഖത്തിലാണ് ഇദ്ദേഹം ചെന്ന് ബൈഅത്ത് ചെയ്തത്. സമസ്ത ഇന്നവരെ തിജാനി ത്വരീഖത്തിനെ തള്ളി പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സമസ്തയുടെ പ്രഭാഷകനായോ സമസ്തയുടെ ആളായോ നിൽക്കുന്നതിനെ സമസ്ത ഇന്നും ആ നിലക്ക് ഔദ്യോഗികമായി തള്ളിയിട്ടുമില്ല, തള്ളാൻ കഴിയുമില്ല. തിജാനി ത്വരീഖത്ത് ശരിയല്ല എന്ന് സമസ്ത പ്രഖ്യാപിക്കാത്ത കാലത്തോളം ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ കഴിയില്ല. ഈ തിജാനി ത്വരീഖത്ത് ശരിയായി പ്രഖ്യാപിച്ചാലോ സ്വാഭാവികമായും മറ്റു ത്വരീഖത്തുകളെല്ലാം പ്രശ്നമായി മാറും. തിജാനിക്ക് എന്താ കുഴപ്പം ചോദിക്കും, അതേ കുഴപ്പമില്ല ഖാദിരിയത്തിലുണ്ട്, അതേ കുഴപ്പം റിഫായി ത്വരീഖത്തിലുണ്ട്, അതേ കുഴപ്പം അക്ബരിയ്യ ത്വരീഖത്തിലുണ്ട് എന്ന് അവൻ തിരിച്ചുകൊണ്ട് പറയും. അപ്പം ഉത്തരം പറയാൻ കഴിയില്ല. അതുകൊണ്ട് സമസ്ത പ്രതിബന്ധത്തിൽ മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. ഈ തിജാനി ത്വരീഖത്തിൽ പോവുകയും ബൈഅത്ത് ചെയ്യുകയും ചെയ്തത് മുതൽ ശേഷം വന്ന അതിർത്തി സംസാരങ്ങളൊക്കെ പച്ചയായ ഷിയ ആശയം. ഈ തിജാനി ത്വരീഖത്ത് ഒറിജിനൽ ഷിയാക്കൾ ഉണ്ടാക്കിയതാണ്. ഇയാൾ ശരിയായ ഷിയായിരുന്നു ഈ സ്ഥാപകൻ, അവരാണ് ഇത് സ്ഥാപിച്ചുണ്ടാക്കിയത്. ആ ഷിയായുധത്ത് വ്യത്യസ്തമായ പദപ്രയോഗങ്ങളിൽ അദ്ദേഹം നാവുന്ന പുറത്തേക്ക് വന്നു. അതാണ് നേരത്തെ നിങ്ങൾ പറഞ്ഞ കഴിവയെ ചെറുതാക്കി കാണിച്ചു. അതേപോലെ അലി ബിൻ അബി ത്വാലിബിനെ വലിയ മഹത്വം കാണിക്കുകയും അബൂബക്കർ സിദ്ദീഖിനേക്കാൾ ഉമർ ഖത്താബിനേക്കാളും വേറെ മഹത്വം അലി ബിൻ അബി ത്വാലിബിനാണ് എന്ന് അദ്ദേഹം പച്ചക്ക് പ്രസംഗിച്ച സംസാരമുണ്ട്. നബി തങ്ങൾ സ്വപ്നത്തിൽ മാത്രമല്ല ഉണർച്ചയിൽ തന്നെ വരും, അങ്ങനെ വിശ്വസിക്കൽ നിർബന്ധമാണ്, അത് മുഅ്മിന് വാജിബാണ് എന്ന് അയാൾ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ പിന്നീട് വന്നു. ജർമ്മനിയിൽ നബി തങ്ങൾ വന്നു എന്ന് അനുഭവം പറയുന്ന കഥകൾ അദ്ദേഹത്തെ സംസാരിച്ചപ്പോൾ കേട്ടു. അത് നിങ്ങൾ കേട്ടുമല്ലോ. ഈ സൂറത്തുൽ ഫാത്തിഹ ഇറക്കാമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹു ഇറക്കാം. ഈ കഥകൾ കേട്ട് കേട്ട് വന്നു കഴിഞ്ഞാൽ മനുഷ്യന്റെ സ്വഭാവമാണ്, സ്റ്റോറി ടെല്ലിംഗ് അനിമലാണ് മനുഷ്യൻ. അങ്ങനെ വരുമ്പോൾ അവൻ കഥ പറയുകയും കേൾക്കുകയും ചെയ്യും, മെനയുകയും ചെയ്യും. അപ്പം നബിയുടെ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹം മാത്രമല്ല നബി, ഞാനും നബി എന്ന് പറഞ്ഞ ആളുകളുണ്ട്. പാകിസ്ഥാനിലെ നമ്മൾ കാദിയാനികൾ, അവര് മിർസ ഗുലാം, അദ്ദേഹം പറഞ്ഞു ഞാനാണ് അന്ത്യപ്രവാചകൻ. ഇനിയും പലരും പറയും, ഇപ്പോഴും മലപ്പുറത്താരോ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ പറഞ്ഞു എനിക്കറിയില്ല. പക്ഷെ ഇത് നബിക്ക് മാത്രം കുത്തകയായി അനുവദിക്കാൻ പറ്റില്ല എന്ന് അനുഭവവേദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാമെങ്കിൽ, ഈ ത്വരീഖത്തിന്റെ ആള് പറഞ്ഞത് നബി നേരിട്ട് വന്ന് ഇദ്ദേഹത്തോട് ഈ കാര്യങ്ങളൊക്കെ കാശ്മീം നബിയെ കണ്ടു സംസാരിച്ചു, സ്വപ്നത്തിൽ വന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് എനിക്കൊരു നേരിയ ഒരു ഓർമ്മ. പിന്നെ ഈ വട്ടുമൂത്താൽ പലതും പറയാമല്ലോ, അതിൽ ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ തെറ്റാവും. അപ്പം നബിയെ കണ്ടു എന്നൊക്കെ ജിന്നിനെയാണ് കണ്ടത്, സോറി നബിയല്ല ജിന്നിനെയാണ് നേരിട്ട് നമ്മുടെ. പക്ഷേ ഇപ്പം മുത്തേടം പറയുന്നത് നബിയെ നേരിട്ട് കാണാൻ സാധിക്കും, സ്വപ്നത്തിൽ ദർശിക്കാൻ സാധിക്കും, നബി വരും എന്നൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ. ഇതിൽ പ്രധാനമായ കാര്യം ഈ പറഞ്ഞതിൽ സമസ്ത മിണ്ടുന്നില്ലെന്നാണ്. അതായത് ഇത്രയും വലിയ കാര്യം, ഇത്രയും ഇസ്ലാമിക വിരുദ്ധമായ ഇസ്ലാമിൻ്റെ നെടുന്തൂണിനെ തള്ളിപ്പറഞ്ഞ കാസിമിക്കെതിരെ സമസ്ത ഒന്നും മിണ്ടുന്നില്ല. അതിന് വിസ്ഡൻകാർ പറയുന്ന കാര്യം, ഈ ത്വരീഖത്തിനെ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞാൽ പലതിനെയും തള്ളിപ്പറയേണ്ടി വരും. ചുരുക്കി പറഞ്ഞാൽ ഇതൊക്കെ ഈ വിഡിതങ്ങളൊക്കെ തമ്മിൽ പിണഞ്ഞു കിടക്കണം. ഒന്നിനെ തള്ളിയാൽ മറ്റേനെ തള്ളും. ഇപ്പം നമുക്ക് തള്ളാവുന്ന ഏറ്റവും വലിയ കാര്യമാണല്ലോ മലക്ക് വന്നു എന്നൊക്കെ. മലക്ക് വന്നു, ചിരിക്കാതെ എന്ത് പറയും? മലക്ക് വന്ന് സംസാരിച്ചു. എന്താ ഈ മലക്ക്, എന്താ മലക്ക് പിന്നീട് വരാത്തത്? മലക്ക് ഒരു പ്രാവശ്യമേ വന്നിട്ടുള്ളൂ. ചരിത്രത്തിൽ മലക്ക് വന്നിട്ടുണ്ട്, അത് പല രീതിയിലും പല കാര്യം. നമ്മുടെ മലയെ വഹിച്ചുകൊണ്ട് പറന്നു പോകുന്ന നമ്മുടെ ദൈവങ്ങളൊക്കെ ഇന്ത്യയിലുണ്ടല്ലോ. മലയെ എങ്ങനെ തൂക്കിയെടുക്കും, നേരെ പറക്കും. മധ്യമായ ലോകത്ത് പറന്ന ആള്.
മലയെ പൊക്കിയാണ് പറക്കുന്നത്. അതിൽ ഒരു ചെടിയുണ്ട്, ആ ചെടിയുടെ മരുന്ന് വേണം. അങ്ങനെ കഥകൾ കേൾക്കാൻ ഇമ്പമുള്ള, കുട്ടികളെ പറഞ്ഞു ഉറക്കാൻ പറ്റിയ കഥകളാണ് ഇതൊക്കെ. കേൾക്കാൻ വളരെ രസമാണ്, അതിലൊന്നും സംശയമൊന്നുമില്ല. ആ ഭാവനാത്മകതയെ അങ്ങേയറ്റം പൂജിച്ചേ പറ്റൂ. പക്ഷെ അത് സത്യമെന്ന് വിശ്വസിച്ചാൽ കാസിമിയായി മാറും, സിംസാറുൽ ഹക്ക് ഉദവിയായി മാറും, സ്വാമിമാരായി മാറും, അങ്ങേയറ്റം നമ്മുടെ പ്രധാനമന്ത്രിയായി തീരുമെന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതുകൊണ്ട് ത്വരീക്കത്തുകളെ സമസ്ത തള്ളിയാൽ സമസ്ത വെട്ടിലാകുമെന്നാണ് വിഷ്ണൻകാർ പറയുന്നത്. വിഷ്ണൻകാർ തള്ളിയാൽ വിഷ്ണൻകാർക്ക് തള്ളാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് ഈ ഖുർആന്റെ ഇറക്കം, പിന്നെ നബിയുടെ മുകളിലോട്ടുള്ള കയറ്റം, പിന്നെ ചന്ദ്രനെ പിളർന്നു, അങ്ങനെ 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 ഒരുപാട് കഥകളൊക്കെ വെച്ച് അമ്മാനമാടിക്കൊണ്ടാണ് മറ്റവന്റെ മന്ത് നോക്കി എൻ്റെ മന്ത് എത്രയോ ഭേദം എന്ന് വിഷ്ണൻകാർ ഉൾപ്പെടെ ഇവന്മാരൊക്കെ പറയുന്നത്. പിന്നെ കാസിമിയെ അങ്ങേയറ്റം കൊച്ചാനാക്കായിട്ട് ഈ വിഷ്ണൻകാർ അദ്ദേഹത്തെ ഷിയ പക്ഷത്തേക്കൊന്ന് ചേർത്തു. ഈ ഷിയ മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുന്നി മുസ്ലിങ്ങളുടെ കുടിപ്പകയുള്ള ആളുകളാണ്. അതിന് ചരിത്രപരമായി ഇവർ പറയുന്ന ചരിത്രത്തിനകത്ത് വസ്തുതയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. കാര്യം, നബിയുടെ അനന്തരാവകാശിയായി വരാൻ നബി ആഗ്രഹിച്ചത് ഉൾപ്പെടെയുള്ള അതിൻ്റെ എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ളത് അലിക്കാണ്. അലി അങ്ങ് വെട്ടിമാറ്റി. നമ്മുടെ കരുണാകരൻ്റെ മൂത്രശങ്ക പണ്ട് മുരളീധരൻ്റെ കാര്യത്തിൽ വന്നതുപോലെ സമയത്തായപ്പോഴത്തേക്കും ആയിഷയും അബൂബക്കറും ഉമറും ഒക്കെ ചേർന്ന് മുആവിയ ഒക്കെ ചേർന്നിട്ട് അലി അങ്ങ് വെട്ടി. അപ്പൊ അലിയുടെ പക്ഷക്കാർക്ക് അപ്പൊ തന്നെ പക്ഷം തിരിഞ്ഞു. ആ പക്ഷം ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കുക. ഇന്ന് ഇറാനിലും ഇറാഖിൽ 60% ഷിയാക്കളാണ്, ഇറാനിൽ ഭൂരിപക്ഷമാണത്. അങ്ങനെ നോക്കുമ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിന്റെ ഇത് വെച്ചിട്ട് അങ്ങേയറ്റം വെറുപ്പാണ്. ആയിഷയെ ഇനി നമ്മൾ പോലും അത്രയും മോശമായി പറയില്ല. ഒരു കഥാപാത്രം എന്ന നിലയ്ക്ക് ആ കഥാപാത്രത്തിന് നൽകേണ്ട ബഹുമാനവും സ്നേഹവും നൽകിക്കൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങേയറ്റം മോശമായ ഭാഷയിലാണ് ഈ ഷിയാക്കൾ ആയിഷയെക്കുറിച്ച് പറയുന്നത്. അതൊക്കെ വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും തികട്ടലുകളാണ്. അവർ തമ്മിൽ അഭിപ്രായങ്ങളിൽ, ആശയങ്ങളിൽ, മനസ്സുകളിൽ. അങ്ങനെ വരുമ്പോൾ ഇയാളെ ഷിയ ആക്കിക്കളഞ്ഞാൽ സുന്നിയിൽ നിന്ന് ഇദ്ദേഹം നിഷ്കാസനം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ അയാൾക്ക് യാതൊരു സംശയവുമില്ല. പിന്നെ മെക്കത്ത് മരിക്കണം അല്ലെങ്കിൽ മദീനത്ത് മരിക്കണമെന്ന് പറയുന്നതിൻ്റെ ശ്രേഷ്ഠ പറയാനായിട്ട് ഇവർ പറയുന്ന ഒരു ഹദീസാണ് ഉമർ റളിയല്ലാഹു തആല അൻഹ. എന്താണത്? ഈ നബിയുടെ പേര് മുഹമ്മദ് എന്ന് പറയുമ്പോൾ ഉടനെ സ്ഥലത്ത് പറയണം. എന്തിനാണിത്? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. എന്തിനാണ് ശ്രേഷ്ഠനാക്കുമെന്ന് അള്ളാഹുവിനോട് നീ പറഞ്ഞിട്ട് വേണ്ടേ അള്ളാഹു അയാളെ ശ്രേഷ്ഠനാക്കുക? അല്ലെങ്കിൽ അത് ശ്രേഷ്ഠനാണല്ലോ, പിന്നെ വീണ്ടും ശ്രേഷ്ഠനാക്കുന്നത് എന്തിനാണ്? അപ്പം ഉമർ പ്രാർത്ഥിച്ചു പോലും 2 കാര്യവുമാണ് പ്രാർത്ഥിച്ചത്. എനിക്കൊന്ന് ഷഹീദാകണം, വീര രക്തസാക്ഷിത്വം. 2 മദീനത്ത് തന്നെ മരിക്കണം. അള്ളാഹു 2 നടത്തിക്കൊടുത്തു. എങ്ങനെ? ഒരു വിദ്വാൻ ഒരു കത്തിയെടുത്ത് പള്ളിയിൽ വെച്ച് ഉമറിൻ്റെ വയറ്റിൽ ഒറ്റക്കൊത്തിൽ തീർന്നു കിട്ടി. അതാണ് ഷഹീദ്. വീര രക്തസാക്ഷിത്വം. എന്തിനു കുത്തി, എന്തുകൊണ്ട് കുത്തി, അതൊക്കെ വേറെ കാര്യം. അങ്ങനെയൊന്നും ചോദിച്ചൊക്കെ നമ്മൾ മെനക്കെടാൻ പാടില്ല എന്നുള്ളതാണ് ഒരു മര്യാദയുടെ ഭാഗമായി എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് അദ്ദേഹം മദീനത്ത് വെച്ച് തന്നെ കത്തിക്കുത്തേറ്റ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുആ അള്ളാഹു സ്വീകരിച്ചതുപോലെ മദീനത്ത് പോയി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഉമറിന്റെ വഴിയാണ്. അപ്പം ഒരു കത്തിയെടുത്ത് കുത്താൻ ആരെങ്കിലുമൊക്കെ വേണം മദീനത്ത് വെച്ചെന്നുള്ളതാണ് ഇവരുടെ ആഗ്രഹമായിരിക്കാം. എന്തു പറയും എൻ്റെ സുഹൃത്തുക്കളെ? ഇത്തരം വിഡ്ഢിത്തങ്ങളൊക്കെ ഈ 21-ാം നൂറ്റാണ്ടിൽ നിന്ന് എഴുന്നള്ളിക്കുമ്പോൾ, അതും നമ്മുടെ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്ത് നല്ല സാങ്കേതിക വിദ്യയുടെ മികവാർന്ന രീതിയിൽ നമ്മളൊക്കെ പഴഞ്ചൻ സാധനങ്ങളാണ് ഉപയോഗിക്കുന്നത്. അവരൊക്കെ ഉപയോഗിക്കുന്ന ബാക്ക്ഗ്രൗണ്ട്, ബിസിനസിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എത്ര ലക്ഷം രൂപയുടെ ബുക്കാണ് അവരുടെ പിറകെ അടുക്കി വച്ചിരിക്കുന്നത്. എത്ര ലൈറ്റിംഗ് ആണ്, എത്ര സാങ്കേതിക മികവാണ് അവരുടെ കാര്യം. പണമുണ്ട്, കാര്യം വിശ്വാസത്തിന് പണം കൊടുക്കാൻ ആളുകൾ ഇഷ്ടം പോലുള്ള. അപ്പം ഞാൻ ഈ കുടിപ്പകയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ അറഫയിൽ കൂടുന്നവരൊക്കെ ജാരസന്തതികളാണ്. ഷിയാക്കളുടെ വിശ്വാസപ്രകാരം
ഇപ്പൊ അറഫ ദിനത്തിൽ യഥാർത്ഥ വിശ്വാസികളായ ഹജ്ജിന് പോകാൻ അറഫയിൽ വിശ്വാസികൾ സംഗമിക്കുന്ന സമയത്ത് അതേ സമയത്ത് തന്നെ കുമ്മിലും എന്തുണ്ട്? കുമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇറാനിൽ ഈ ഇസ്നാശരികൾ വലിയൊരു മഹത്വമുള്ള സ്ഥലമായി കാണുന്ന സ്ഥലമാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഷിയാക്കളെ സൃഷ്ടിക്കാനുള്ള മണ്ണ് കുമ്മിൽ നിന്നാണ് ശേഖരിച്ചതെന്നും ആ കുമ്മിലെ മണ്ണ് ശേഖരിച്ചത് കൊണ്ട് തന്നെ ഒരിഞ്ഞ് എത്ര തിന്മ ചെയ്താലും അവർ സ്വർഗത്തിൽ കാണും. അപ്പോൾ അള്ളാഹു കുമ്മിലേക്ക് നോക്കുന്നതാണ്. എന്നിട്ട് മാത്രമല്ല, കുമ്മിലേക്ക് നോക്കുന്ന ആളുകൾക്കായിരിക്കും അവരല്ല പുകഴ്ത്തുന്നതാണ്. അപ്പോൾ അവരുടെ തന്നെ അവരുടെ കിതാബിൽ കാണാൻ കഴിയും എന്താണ് ഇതിനുള്ള കാരണം എന്നാണ്. അതിന് പറയുന്ന മറുപടി, അറഫയിൽ ഒരുമിച്ച് കൂടുന്നവരൊക്കെ ജാരസന്തതികളാണ്. വ്യഭിചാരത്തിൽ ജനിച്ചവൻ മാത്രമേ അറഫയിൽ ഒരുമിച്ച് കൂടുള്ളൂ. യഥാർത്ഥ പിതാവിൽ ജനിച്ച സന്തതികളൊക്കെ കുമ്മിലാണ് ഉണ്ടാകുന്നത്. അപ്പൊ ഈ വിശ്വാസം ഞാൻ അടുത്ത് പറയാണ്. കാരണം എന്താ വെച്ചാൽ മക്കയിൽ പോയിട്ടെന്താ എന്നാണ് ചോദിച്ചത്. അത് നമ്മൾ ആലോചിച്ച് നോക്കണം. ഈ ക്ലിപ്പൊക്കെ ഇപ്പോൾ വരേണ്ടത് ഏത് സമയത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹജ്ജിന് ആൾക്കാർ പോകണം നേരത്തെ. മക്കയിൽ പോകണം എന്തിനാണ്? മക്കയിൽ നമ്മളൊക്കെ പോകുന്നുണ്ട് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മസ്ജിദ് ഹറമിൽ പോയി 2 റക്അത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ ലോകത്ത് മറ്റു പള്ളികളിലൊക്കെ നിസ്കരിക്കുന്നതിനേക്കാൾ 1,00,000 കൂലി കിട്ടുക എന്നുള്ളത് അള്ളാന്റെ റസൂല പറഞ്ഞത്. ആ അള്ളാന്റെ റസൂല് പറഞ്ഞത് സത്യമാണെന്ന് വിശ്വസിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു 2 റക്അത്ത് മസ്ജിദ് ഹറമിലും അതേപോലെ തന്നെ 2 റക്അത്ത് മസ്ജിദ് നബിയിലൊക്കെ നിസ്കരിക്കാൻ തൗഫീഖ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പുണ്യമായി കൊണ്ട് തന്നെയാണ് വിശ്വാസ ലോകം കാണുന്നത്. വാപ്പാക്ക് പിറക്കാത്തവന്മാരാണ് ആര്? സുന്നികൾ. ആരാ പറയുന്നത്? ഷിയാക്കൾ. അപ്പൊ അതുകൊണ്ടാണ് ഈ മുത്തേടത്തിനെ ഷിയാ പക്ഷത്തേക്ക് തള്ളിവിടുന്നത്. നമ്മൾ പറയുമോ പിതൃശൂന്യൻ എന്ന വാക്കിനെ കുറിച്ചുള്ള നമ്മുടെ ഈ അടുത്ത കാലത്തെ വിവാദം നോക്കും. നമ്മളങ്ങനെ പറയാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുമെങ്കിലും ഇവർ അള്ളാഹുവിനെയും നബീനെയും വിശ്വസിക്കുന്ന ഏകോദര സഹോദരങ്ങൾ മറ്റു സഹോദരനെ നോക്കി പറയേണ്ട നിനക്ക് തന്തയില്ല. എത്ര സംസ്കാര ശൂന്യതയില്ലാത്ത വിഭാഗമെന്ന് നോക്കും. അതുകൊണ്ട് ഹജ്ജിന് പോകുന്ന വേളയിലാണ് ഇത് പറയുന്നത്. അപ്പൊ ഹജ്ജാജിമാരുടെ എണ്ണം കുറഞ്ഞാൽ എന്തിനാണ് നിങ്ങൾ ഹജ്ജിന് പോകുന്നത്? അള്ളാഹു സർവവ്യാപിയാണ്, പ്രപഞ്ച സൃഷ്ടാവാണ്. പ്രപഞ്ചം കടലാണെങ്കിൽ ഒരു തുള്ളി വെള്ളമല്ല ഭൂമി. ഈ ഭൂമിയിൽ ഏതോ ഒരു മൂലയ്ക്ക് യാതൊരു പ്രത്യേകതയും ഇല്ലാത്ത മക്കയും മദീനയിലേക്ക് പോയി ശ്രേഷ്ഠതയാ പുണ്യമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് പ്രത്യേക ഊളംപാറ തുടങ്ങണമെന്നാണ് എൻ്റെ ഒരു ഇത്. പോട്ടെ. അപ്പം ഹജ്ജിന് പോകുന്ന വേളയിലാണ് ഹജ്ജാജിമാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെ സൂഫി വര്യൻ റഹ്മത്തുള്ള കാസിമി ഇത് മൊഴിയുന്നു എന്നാണ് വിസ്ഡൻകാരുടെ കരച്ചിൽ. മക്കയിലും മദീനയിലും മസ്ജിദുൽ ഹറമിലും 2 റക്അത്ത് നിസ്കരിച്ചാൽ ജന്മസാഫല്യം കിട്ടി, പിന്നെ രക്ഷയില്ല. എത്രയാണ്? മറ്റു പള്ളികളിൽ നിസ്കരിക്കുന്നതിനേക്കാളും 1,00,000 കൂലി അധികം കിട്ടുമെന്നാണ്. ഇതൊക്കെ എന്ത് വർത്തമാനമാണ്? 1,00,000 കൂലി, 14,000. കച്ചവട മനസ്സാണ്. നബി ഒരു കച്ചവടക്കാരനായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യത്തിലൊക്കെ. അപ്പം പ്രധാനമായും മുത്തേടം ഹജ്ജിനെതിരെ സംസാരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് എന്താക്കി? ഷിയ വിഭാഗക്കാരനാക്കി. ഷിയ വിഭാഗക്കാര് കാഠിന്യമേറിയ വെറുപ്പിന്റെ ഉടമകളാണ്. ആരുമായിട്ട്? സുന്നികളുമായിട്ട്. ആയിഷയെ ഞാനത് പറയുന്നില്ല, എത്രത്തോളം മോശവൽക്കരിച്ച് പറയാൻ പറ്റുമോ അത്രത്തോളം. എന്തിന്? എല്ലാ മുസ്ലിങ്ങളെയും, അതായത് മെക്കയിൽ അറഫയിൽ കൂടുന്ന ആളുകളൊക്കെ ജാരസന്തതി, വാപ്പാക്ക് പിറക്കാത്തമെന്ന് പറയുന്ന ആളുകൾ ആണെങ്കിൽ നോക്കൂ, ഒരു മതത്തിൻ്റെ ദയനീയമായ പരാജയമാണ്. ഒരു ഏകശിലാരൂപകമായി നിന്നുകൊണ്ട് മനുഷ്യനെ ഒരുമിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ അള്ളാഹുവിനെ റുക്കൂ ചെയ്യാനും വേണ്ടി അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഒരു ചില്ലു കൊട്ടാരം പോലെ തകർന്ന് തരിപ്പണമാകുന്നത്. ആ തകർന്നതിനെ വീണ്ടും ചുറ്റകെടുത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വകാര്യത വെക്കാഞ്ഞടിക്കുന്ന ഉസ്താദന്മാരുടെ ഈ കളി കാണുമ്പോൾ നമ്മൾ ചിരിക്കാതെ എന്ത് ചെയ്യാനാണ് സുഹൃത്തുക്കളെ? ഈ വിഡ്ഢിത്തത്തിന് എങ്ങനെയൊക്കെ സംഭവിക്കും? ഇതൊക്കെ കാണുന്ന കുട്ടികൾ ഇവരെ അങ്ങേയറ്റം പരിഹാസ കഥാപാത്രങ്ങളായി മാത്രമേ കാണൂ. അങ്ങനെ കാണാനേ പറ്റൂ. അതിലൊന്നും യാതൊരു സംശയവും എനിക്കില്ല. അതുകൊണ്ട് കാസിമിയെ വീണ്ടും കൊച്ചാക്കാനായിട്ട് ഇദ്ദേഹം പഠിച്ച സ്കൂളിലേക്ക് അവർ പോവുകയാണ്. പഠിച്ച സ്കൂള് ദിയോബന്ദാണ്.
ഈ ദിയോബന്ധം ഏകദേശം മുസ്ലിം ഇറ 1200 സ്ഥാപിക്കപ്പെട്ടെന്നാണ് ഇവർ പറയുന്നത്. 1288 ഹനഫി മദ്ഹബിൽപ്പെട്ട ഈ മദ്ഹബിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തു വച്ചിട്ടുണ്ട്. പിന്നീട് ഞാനത് നിങ്ങൾക്ക് കാണാനായി ഇട്ടുതരാം. അപ്പം ഈ ഹനഫി മദ്ഹബിൽപ്പെട്ട ആളാണ്. ഈ ദിയോബന്ദിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സ്ഥാപകൻ പറഞ്ഞത്, ഈ ദിയോബന്ദിന്റെ കണക്കുകൾ നോക്കാനായി നബിയും ഖുലഫാഉർ റാഷിദീൻ, ആരൊക്കെയാണ് ഖുലഫാഉർ റാഷിദീൻ? കുത്തേറ്റ് മരിച്ച ഉമർ, പിന്നെ വെട്ടി വീഴ്ത്തപ്പെട്ട നമ്മുടെ 3ാം ഖലീഫയായ അദ്ദേഹം, പിന്നെ അലി, അങ്ങനെ പിന്നെ അബൂബക്കർ മാത്രമാണ് സ്വയം മരണം അങ്ങനെ സംഭവിച്ചത്. ഒഴിച്ചാൽ ഈ ഖുലഫാഉർ റാഷിദീൻ 3 പേരും 4 പേരിൽ 3 പേരും തട്ടപ്പെടുകയായിരുന്നു. ആരാ തട്ടിയത്? ജൂതന്മാരാണോ? അമേരിക്കയാണോ? ഒന്നുമല്ല, കൂടെ നിന്നവന്മാർ തന്നെയാണ്. ഉസ്മാനെ കൊന്നതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, എത്ര പൈശാചികമായ രീതിയിൽ. അലിയുടെ മക്കളെന്ന് പറഞ്ഞാൽ നബി എടുത്തു പുലർത്തിയ കുട്ടികളാണ്. അവരെ പോലും മുആവിയയുടെ മകനും ബാക്കിയുള്ള ആളുകളൊക്കെ ചേർന്ന് ചെയ്ത നിഷ്ഠൂരമായ എന്താ പറയാ കർബല, ഇതൊക്കെയാണ്. അതുകൊണ്ട് ദിയോബന്ദിയിൽ ഈ ഖുലഫാഉർ റാഷിദീൻ ഉൾപ്പെടെ നബി ഉൾപ്പെടെ അവിടുത്തെ കണക്ക് നോക്കാൻ വരുമെന്നാണ്. അത്രത്തോളം പോഷയുള്ള സ്ഥലത്ത് നിന്ന് പഠിച്ചു വന്ന ആളാണ് ഇദ്ദേഹം. അതുകൊണ്ടാണ് ഇദ്ദേഹം വിഡ്ഢിത്തം പറയുന്നത്. അവിടെ വിഡ്ഢിത്തമാണല്ലോ പറയുന്നത്. നബി വന്ന് കണക്ക് നോക്കുന്നു എന്ന് പറയുന്നത് വിഡ്ഢിത്തമാണ്. അങ്ങനെ വിഡ്ഢിത്തത്തിൽ പഠിച്ച ആള് ഈ വിഡ്ഢിത്തം പറയുന്നു എന്ന് ഇവർ പറയാതെ പറയുകയാണെങ്കിലും അദ്ദേഹത്തെ ഒന്ന് മഹത്വവൽക്കരിച്ച് ഒന്ന് കേൾത്താനുള്ള പരിപാടിയായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവരൊക്കെ തമ്മിൽ പറയുന്ന പ്രധാന കാര്യം, ഞങ്ങളൊഴിച്ച് ബാക്കി ആരും ഇസ്ലാമല്ല. അങ്ങനെ ഇവരെയൊക്കെ നിരത്തി നിർത്തി പറഞ്ഞാൽ ഇസ്ലാം എന്ന സാധനം കാണാനേ കിട്ടത്തില്ല. ഇദ്ദേഹം ഇവരുടെ പ്രസംഗം അവസാനിപ്പിക്കുന്നത്, സുന്നി വഴിയിൽ തെറ്റിയാൽ അത് ഷൈത്താന്റെ വഴിയാണ്. അഹ്ലുസുന്നയുടെ യഥാർത്ഥ വഴിയിൽ നിന്നും ആര് തെറ്റിപ്പോയാലും പിന്നീട് ഷൈത്താന്റെ വഴിയിലേക്ക് പോകുന്നത്. ഷൈത്താന്റെ വഴിയിലേക്ക് പോകുമ്പോൾ ഇവിടെ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത്, ഇയാൾ ഇങ്ങനെയൊക്കെ ഇത് പറയുമ്പോഴും ഇത് കേൾക്കാനും ഇത് സംഘടിപ്പിക്കാനും ഒരു സമൂഹം ഉണ്ട് എന്നുള്ളതാണ്. ദീനിന്റെ പേരിലാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മൾ ആത്മാർത്ഥമായിട്ടൊന്ന് ആലോചിച്ച് നോക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തിന് മഹത്തുണ്ടെന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കൾക്ക് മഹത്തുണ്ടെന്ന് പറഞ്ഞാൽ, പിന്നെ ഒരാൾ വന്നിട്ട് പറയുന്ന ഒരു മഹത്തല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് വേദി ഒരുക്കുന്നവരുടെ ഈമാനും കൂടി നമ്മൾ ഭയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നസീഹത്തായിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിനോട് പറയാനുള്ളത്, ഇത്തരത്തിൽ കൃത്യമായി വിശുദ്ധ ഖുർആനിനും തിരുസുന്നത്തിനും എതിരായി പ്രവർത്തിക്കുന്ന, ഇതൊക്കെ ഏത് സംഘടനയായിട്ട് നമുക്ക് ഒരു സംഘടന പക്ഷപാതപ്പെടില്ല. അതിന് തബ്ലീഗ് ജമാഅത്താരും വേണ്ടില്ല, സമസ്താരും വേണ്ടില്ല, ഇയാൾ എതിരെ പുതിയത് ഉണ്ടാക്കുമെന്ന് അറിയില്ല, എന്തായാലും വേണ്ടില്ല. കാരണം ഇയാൾ അവസാനം പറയുന്നുണ്ട്, ഞാൻ എന്നെ പുറത്താക്കിയാലും വേണ്ടില്ല, ഒറ്റപ്പെടുത്തിയാലും വേണ്ടില്ല, എന്റെ കൂട്ടത്തിൽ നിങ്ങൾ ആരും കൂട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്, ഞാൻ ഒറ്റക്ക് പോകണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എന്തായിരുന്നാലും ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ പിന്നാലെ പോകുമ്പോൾ ഏതെങ്കിലും വ്യക്തികളെ കണ്ടുകൊണ്ട്, വ്യക്തികൾ ചെയ്യുന്ന ചെയ്തികളെ കണ്ടുകൊണ്ട് പോകാൻ നിൽക്കരുത്. മറിച്ച് അവർ എന്ത് അഖീദയാണ് മുന്നോട്ട് വെക്കുന്നത്, ഖുർആനിനും ഹദീസിനും അതുപോലെ തന്നെ സഹാബികൾ അത് മനസ്സിലാക്കിയതുപോലെയുമാണ് പോകേണ്ടത്. നമുക്ക് ധൈര്യമായിട്ട് പിന്നാലെ പോകാം. അതല്ല അതിനെതിരാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ അതിന്റെ കൂടെ കൂടാൻ പാടില്ല എന്നതാണ് മൊത്തത്തിൽ നമുക്ക് ഒരു നസീഹത്ത് എന്ന നിലയ്ക്ക് സമൂഹത്തിനോട് സൂചിപ്പിക്കാനുള്ളത്. വിശുദ്ധൻകാരെ കുറിച്ച് ഇവർ പറയുന്നത് അങ്ങനെയാണ്. പരസ്പരം അങ്ങനെ ഇങ്ങനെ പഴിചാരി ആരാ മുസ്ലിം എന്നുള്ള ഒരു ഏകകണ്ഠ അഭിപ്രായ വോട്ടെടുപ്പ് മുസ്ലിങ്ങളുടെ ഇടയിൽ സാധ്യമേ അല്ലാത്ത രീതിയിൽ ഗ്രൂപ്പിസം എന്നുള്ളത്, കേരള കോൺഗ്രസ് ബാധ, കേരള കോൺഗ്രസ് സിൻഡ്രോം ബാധിച്ച് ഇത് ICUയിൽ കിടക്കുക. ഇനി ട്രിപ്പൊക്കെ കൊടുത്ത് രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന കാര്യത്തിൽ, അന്ത്യസക്രാത്തിലായ ഇതിനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്ന കാര്യത്തിൽ എനിക്ക് അങ്ങേയറ്റം സംശയമുണ്ട്. പിന്നെ വിസ്ഡൻകാര് വിലപിക്കുന്നത്, ഇത് കേൾക്കാനും ആളുണ്ടല്ലോ, ഉണ്ടാവും. അതായത് നിങ്ങൾ പറഞ്ഞ കള്ളക്കഥകളെയും ഉമ്മക്കഥകളെയും കേൾക്കാൻ ആളുണ്ടെങ്കിൽ ഇത് പറഞ്ഞാലും കേൾക്കാൻ ആളുണ്ടാവും. വിശ്വാസം ആ വഴിയാണ് പോകുന്നത്. വിശ്വാസത്തിന് അടിത്തറ വേണമെന്നേ ഇല്ല. അത് മനുഷ്യന്റെ ത്വരയെ സുഖിപ്പിക്കുന്നത്, രമിപ്പിക്കുന്നത്, അതിശയിപ്പിക്കുന്നത്, ആ വഴിക്ക് പിടിച്ചു വലിക്കുന്നതാണ്. നമ്മളെ അമൃതാനന്ദമയി വരെ വലിക്കുകയല്ലേ ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെയും കോടിക്കണക്കിന് രൂപയും വലിക്കുമ്പോൾ, വലിച്ചാൽ വലിയുന്നതാണ് വിശ്വാസം.
വലിഞ്ഞ് അതൊക്കെ ഒത്തുകൂടിക്കൊണ്ട് അങ്ങനെ ഒത്തുകൂടുമ്പോൾ തന്നെ കേരള കോൺഗ്രസ് സിൻഡ്രോം പിടിമുറുക്കി കഴിഞ്ഞാൽ, ചുരുക്കി പറഞ്ഞാൽ ഇവരൊക്കെ പറയുന്നത് നബി പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊന്നും യാതൊരു മാറ്റവുമില്ല. നബി പറഞ്ഞു എന്നതിന് എന്താ തെളിവ്? ഒരു തെളിവുമില്ല. ഞങ്ങൾ പറയും നബി പറഞ്ഞു, നിങ്ങളത് വിശ്വസിക്കണം. അപ്പം നമ്മുടെ പാവം കാസിമിയെ ഇവരൊക്കെ ചേർന്ന് അടി കൊണ്ട കാസിമി ഇപ്പോൾ മാറ്റി പറയാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് എൻ്റെ കേൾവി. കാരണം അദ്ദേഹത്തിൻ്റെയും അന്നമാണ്, അദ്ദേഹം ബിരിയാണി കഴിക്കുന്നത് ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ്. പാവം അയാളും നിങ്ങളോടൊപ്പം ബിരിയാണി കഴിക്കട്ടെ. കാരണം നിങ്ങൾ പറയുന്ന വിഡിത്തം തന്നെയാണ് അയാൾ പറയുന്നത്. അങ്ങനെ വിഡിത്തം പറയുമ്പോൾ മെക്കയിൽ പോകുന്നവർ വിഡ്ഢികളാണെന്നും അത് കല്ലും മണ്ണുമാണെന്നും അവിടെ പോയിട്ട് യാതൊരു ഗുണവുമില്ല എന്നും ഈ വേളയിൽ തന്നെ, ഹജ്ജിന്റെ വേളയിൽ അദ്ദേഹം പറഞ്ഞു എന്നതാണ് അദ്ദേഹത്തെ നമ്മൾ തൽക്കാലം ഇങ്ങെടുക്കാനുള്ള കാരണം. അതുകൊണ്ട് അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിന് മദീനയിൽ പോയി മരിക്കാൻ ആഗ്രഹമില്ല, മദീന മുത്തേടത്തേക്ക് വരട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് കാശ്മീർ തങ്ങളെ ഇക്കാര്യത്തിൽ ഞങ്ങൾ ഇങ്ങെടുക്കുകയാണ്. അവസരം വരുമ്പോൾ ഞങ്ങൾ വിടും. മറ്റൊരു അധ്യായത്തിൽ കാണുന്നത് വരെ നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.